അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി നിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷങ്ങളണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി. 63 വർഷങ്ങൾക്ക് ശേഷം അവർ ഒത്തുകൂടി. പഴയ ഓർമ്മകൾ പങ്കുവെച്ച് 1962 10ാം തരം കുട്ടികളായി പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ മുറ്റത്ത്. അപൂർവ സംഗമത്തിനാണ് പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ സാക്ഷിയായത്. 1962 SSLC ബാച്ചിൽ 2 ഡിവിഷനുകളായി പഠിച്ചവരുടെ സംഗമമാണ് സ്കൂളിൽ നടന്നത്. 75 വയസ്സിന് മുകളിലുള്ള 15 പേരാണ് എത്തിയത്. KC പ്രഭയുടെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് തുടക്കമായത്. ശേഷം എല്ലാവരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. അറുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയ അവർ അവരുടെ പഴയകാല ഓർമ്മകളിലൂടെ കടന്നുപോയി. ഞാൻ എത്രയോ കാലമായി ആഗ്രഹിക്കുന്ന എൻ്റെ മനസ്സിലുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു സ്കൂൾ വന്നൊന്ന് കാണണം എന്നുള്ളത്. ഒന്നുമല്ല, ഇങ്ങനെയൊരു ഫങ്ഷൻ പ്രതീക്ഷിച്ചതേ ഇല്ല. പക്ഷെ സ്കൂളൊന്ന് വന്ന് കാണണം. നമ്മൾ ആരായിട്ടുണ്ടെങ്കിലും അതിന് ഒരു വലിയ പങ്ക് നമ്മൾ വിദ്യാലയത്തിനുണ്ട്, നമ്മളെ പഠിപ്പിച്ച അധ്യാപകർക്കുണ്ട്. അപ്പം അധ്യാപകർ ആരെയും ഇല്ലെങ്കിലും ഈ സ്കൂളൊന്ന് കാണണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. ആ സുദിനം ഇന്ന് സമാഗതമായി. ഞാൻ ഏറ്റവും അധികം കൃതാർത്ഥതയാണ്. ലാബ് അവിടെ ചെറിയൊരു ഫ്രൂട്ടാണ്, ചെറിയ ആപ്പിളിന്റെ മാതിരിയുള്ള മിനി ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മറ്റുള്ളവരെല്ലാം ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അത് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഞാനെന്താ ആകെ മാറി. ഇത് പണ്ട് ഇവിടെ ഗ്രൗണ്ട് ഇരുന്നു അല്ലേ, ടെന്നീസ് കോർട്ട്, പിന്നെ ഇത് പുതിയതാ വോളിബോൾ കോർട്ട്. അല്ല, അന്നത്തെ കാലം വെറും നമ്മുടെ ഏറ്റവും വലിയ ഇത് നമ്മുടെ ഇതാണ് ഓട്ടോഗ്രാഫാണ്. ഓട്ടോഗ്രാഫിൽ അതൊരു ചടങ്ങായിട്ട് തന്നെയാണ്. എല്ലാ ഡിവിഷൻ ടീച്ചേഴ്സ് എഴുതും, കുട്ടികൾ എഴുതും, ഡിവിഷൻ ആരൊക്കെയാണ് കാണുന്നത് നമുക്ക് പരിചയമുള്ളതെല്ലാം ഓട്ടോഗ്രാഫിൽ എഴുതും. അത് 2-3 ഓട്ടോഗ്രാഫ് വേണ്ടി വരും ഇത്രയും ആൾക്കാരെ കൊണ്ട് എഴുതി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നോക്കിയിട്ട് പിന്നെ നമ്മളിങ്ങനെ കോണ്ടാക്ട്, അതില് ഫോൺ നമ്പർ ഒന്നും എഴുതാനും പറ്റില്ല, ഫോണൊന്നും ഇല്ലല്ലോ. അല്ല, അന്ന് ആകെ നമ്മൾ അതിൽ വെച്ച് നോക്കിയിട്ട് കാർഡ് അയക്കും, ക്രിസ്മസ് കാർഡ്, ന്യൂ ഇയർ കാർഡ്, ആ അഡ്രസ്സിൽ വെച്ചിട്ട്. അല്ലല്ല, ഉണ്ടായിരുന്നു. 1962 10ാം തരം വിദ്യാർത്ഥികൾ ചേർന്ന് സ്കൂളിലേക്ക് സ്റ്റേജ് കർട്ടനും ഫാനും നൽകി. സ്കൂൾ പ്രധാനാധ്യാപിക സി പ്രീത ഏറ്റുവാങ്ങി. 63 വർഷങ്ങൾക്ക് ശേഷം പല നാടുകളിലായി ഉള്ളവരെ ഒന്നിച്ചു ചേർക്കാൻ കാരണമായത് 2024 നവംബറിൽ 1962 ബാച്ചിലെ KC പ്രഭ എറണാകുളത്ത് നിന്ന് കണ്ണൂരിലെത്തിയപ്പോൾ സഹപാഠിയായ CM ഗീതയെയും സഹോദരിയായ CM താരയെയും കാണാനെത്തി. മൂവരും ചേർന്ന് പഠിച്ച സ്കൂളിലേക്ക് ചെന്നു. സ്കൂൾ വരാന്തയിലിരുന്ന് അവർ എടുത്ത ഒരു തീരുമാനം ഈ അപൂർവ വിദ്യാർത്ഥി സംഗമത്തിന് വഴിയൊരുക്കി. സ്കൂളും ചുറ്റുപാടുകളും തങ്ങളുടെ സ്കൂൾ കാലവും അധ്യാപകരെയും സഹപാഠികളെയും വീണ്ടും കാണണമെന്ന ആഗ്രഹത്തിന് ചുക്കാൻ പിടിച്ചത് KC പ്രഭയുടെ മകളായ ആശയാണ്. അമ്മ ഒരു ശരിയായ ഒരു ഹൗസ് വൈഫായിരുന്നു. ഹസ്ബൻഡ്, കുട്ടികൾ മാത്രമായിരുന്നു അമ്മേൻ്റെ ലോകം. അപ്പം ഒരു വർഷം മുമ്പ് അച്ഛൻ മരിച്ചുപോയി. അപ്പം പിന്നെ അമ്മ എൻ്റെ അടുത്ത് വന്ന് നമ്മളിങ്ങനെ വർത്തമാനം പറയുമ്പം അമ്മ ഒത്തിരി സ്കൂളും ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ മിസ് ചെയ്യുന്നത് മാതിരി തോന്നി. അപ്പോൾ എപ്പോഴും പിന്നെയുള്ള സംസാരം മുഴുവൻ ഫ്രണ്ട്സ്, സ്കൂള്, ഇതൊക്കെയായിരുന്നു.
അപ്പോൾ ഒരു കല്യാണത്തിന് 2024 നമ്മൾ വന്നപ്പം അമ്മേൻ്റെ സ്കൂളിൽ അമ്മേൻ്റെ ഒരു കസിനും അവരനിയത്തിയും കൂട്ടിയിട്ട് നമ്മൾ സ്കൂളിൽ വന്നപ്പം വേറെ തന്നെ ഒരു അമ്മേൻ്റെ ഒരു ഇതാ കണ്ടത്, സന്തോഷവും ഇതുമൊക്കെ ആയിട്ട്. അങ്ങനെയാണ് ഈ കൂട്ടായ്മേൻ്റെ ഒരു ആശയം എനിക്ക് ഉദിച്ചത്. അതിൽ കമലാൻറ്റി ഒത്തിരി ഹെൽപ്പ് ചെയ്ത്. കമലാൻറ്റിയുടെ വീട്ടിൽ നമ്മൾ പോയിനായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇവരെ ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ആരും ഞാൻ കണ്ടിട്ടില്ല. ആൻറ്റീനെ കണ്ട് ബാക്കി കുറേ ആളെ ഞാൻ ഇന്നാ കാണുന്നത്. അന്ന് 4 ഡിവിഷനുകളിലായി 150-ലധികം പേരുണ്ടായിരുന്നു. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞതിനാലും ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉപയോഗമില്ലാത്തതിനാലും ഏറെ പണിപ്പെട്ടാണ് പലരെയും കണ്ടെത്തിയത്. പ്രസന്ന, CM ഗീത, KC പ്രഭ, കമലാക്ഷി, സുജന PC, MC ശ്യാമള, ജയമ്മ, AK ശശികല, AP ഗീത, കമല P, രേണുകായം, ശ്യാമളായം, CP ഹൈമവതി, വസന്തകുമാരി, ഭാരതി KT എന്നിവരാണ് സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയത്. ആശ, ആഷിക, K ശ്രുതി, KP രജീഷ്, ആഷിഖ്, സാൻവിക, ശരണ്യ എന്നിവർ ചേർന്നാണ് വിദ്യാർത്ഥി സംഗമത്തിന് നേതൃത്വം നൽകിയത്. ഇന്നറിയ ന്യൂസ് കേരള, കണ്ണൂർ. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ.